എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ചിലവ് കുറഞ്ഞ ദന്ത ചികിത്സ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ദന്തശുദ്ധീകരണം വഴി നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നതും ദന്തശുദ്ധീകരണം പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്ട്രെസ്സിനെ പറ്റിയാണ്. സ്ട്രെസ് ഒഴിവാക്കിയാൽ നമ്മുടെ ദന്ത ആരോഗ്യത്തെ എങ്ങനെ അത് ഗുണം ചെയ്യുന്ന ഉള്ളതും സ്ട്രെസ് ഉണ്ടെങ്കിൽ ദന്ത ആരോഗ്യത്തെ എങ്ങനെ അത് മോശമായി ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡീഹൈഡ്രേഷനെ പറ്റിയാണ്. അതായത് നമ്മുടെ വായുവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വെള്ളം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്നതിനേക്കാൾ വെള്ളം അധികമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ദന്ത ആരോഗ്യം ശരിയാക്കാം എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൊന്ന് നോക്കാം. ഒരു സാധാരണ മനുഷ്യൻ്റെ ബോഡിയിൽ 60% വെള്ളമാണ്. അപ്പോൾ ഈ 60% വെള്ളത്തിൽ നിന്ന് കുറവ് വരുമ്പോഴാണ് അതിൻ്റേതായ പ്രോബ്ലംസ് കാണിക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് അത് കാണിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ വായിലായിരിക്കും. നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉമിനീര് കുറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഈ സലൈവ അഥവാ ഉമിനീര് ആവശ്യമുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട ഓർഗൻസിലേക്ക് നമ്മുടെ എന്ത് ചെയ്യും, ഈ ദ്രാവകം അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് പോകും. അതായത് ഹാർട്ട്, ലങ്സ്, ലിവർ അതുപോലുള്ള ഏറ്റവും നമ്മുടെ ബോഡി ലൈഫ് സേവ് ചെയ്യാൻ ആവശ്യമുള്ള പ്രധാനമായ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ബോഡി ഫ്ലൂയിഡ് പോകും. എന്ന് വെച്ച് നമ്മുടെ വായിൽ ദ്രാവകം പ്രധാനമല്ല എന്നാണോ? അല്ല, അതിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷെ ലൈഫ് സേവിങ് ഏരിയയിലേക്ക് ആദ്യം ഫ്ലൂയിഡ് പോകുന്നു എന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ എങ്ങനെ ഉണ്ടാകുന്നതെന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് നമ്മൾ വെള്ളം എടുക്കാതിരിക്കുമ്പോഴാണ് ഈ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. അത് നമുക്ക് വെള്ളമായിട്ട് എടുക്കാം, അല്ലാതെ നമ്മൾ വാട്ടറി ഫുഡ്സ്, കുക്കുംബർ, വാട്ടർമെലോൺ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നും നമുക്ക് വെള്ളം അഥവാ ഫ്ലൂയിഡ് എടുക്കാൻ പറ്റും. പിന്നെ ഈ ആവശ്യത്തിന് വെള്ളം എടുക്കാതിരിക്കുന്ന ഒരു കാരണം. പിന്നെ അടുത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളമായി സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. അപ്പോൾ അവർ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂടുതൽ എടുക്കണം. അതേപോലെ ഡയറിയ, ഛർദിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഡീഹൈഡ്രേഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഫീവർ, ഇൻഫെക്ഷന്, പനി, ഇൻഫെക്ഷന് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ ബോഡി കൂടുതൽ ഫ്ലൂയിഡ് എടുക്കും. പിന്നെ അതുപോലെ ധാരാളമായി പണി ചെയ്യും, പക്ഷേ വെള്ളം കുടിക്കാതിരിക്കുക. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള ടൈമിൽ നമ്മൾ എടുത്തിരിക്കണം. ഒരുപാട് വർക്ക് ചെയ്ത് നമ്മൾ വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബോഡിക്കുള്ള ആവശ്യമുള്ള ഫ്ലൂയിഡ് എടുക്കാതിരുന്നാൽ നമുക്ക് അതിൻ്റേതായ ഹാം നമ്മൾ ബോഡിയിലേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലൂയിഡ് എടുക്കുന്ന കാര്യത്തിൽ അഥവാ വാട്ടർ എടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ നമ്മൾ നോക്കണം. പിന്നെ ചില മെഡിസിനിൽ നിന്നും നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. അതായത് അലർജിക്ക് എടുക്കുന്ന മെഡിസിന്, ആൻറ്റി ഡിപ്രസൻറ്റ്, പ്രഷറിന് എടുക്കുന്ന മെഡിസിന്, കീമോതെറാപ്പി ഇങ്ങനെയുള്ള മെഡിസിനുകളിലും എടുക്കുന്നവർക്ക് ഡീഹൈഡ്രേഷൻ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ ഷുഗർ അഥവാ ഡയബറ്റിക് ഉള്ള അസുഖമുള്ള ആൾക്കാർക്ക് വാട്ടർ ഇൻടേക്ക് കൂടുതൽ ആവശ്യമുള്ളതായി വരുന്നു. കാരണം അവർ യൂറിനിലൂടെ അവരുടെ ഫ്ലൂയിഡ് ലൂസ് ആകുന്നത്. പിന്നെ അതിൽ ഗം ഇൻഫെക്ഷൻ വഴി അവർക്ക് അതിൻ്റേതായ ആവശ്യകത കൂടുതലായി വരുന്നുണ്ട്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസ് അഥവാ ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കാരണവും പിന്നെ സ്ട്രോക്ക് അതുപോലുള്ള നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസിലെല്ലാം ഇങ്ങനെ ഈ വാട്ടർ ഇൻടേക്ക് ആവശ്യമുള്ളതായി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ മറ്റ് സംഭവങ്ങൾ എന്ന് വെച്ചാൽ വായിലൂടെ ശ്വസിക്കുക, ധാരാളമായി ഉപ്പ് കഴിക്കുക, പിന്നെ മദ്യപാനം, സിഗരറ്റ് വലി, പിന്നെ അസിഡിക് ഡ്രിങ്ക്സ്, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ളത്, ഷുഗറി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ധാരാളമായിട്ട് എടുക്കുന്നവർക്കും ഡീഹൈഡ്രേഷൻ കാണാറുണ്ട്. ഓക്കെ. ഈ ഡീഹൈഡ്രേഷൻ എങ്ങനെയാണ് നമ്മുടെ പല്ലിനെയും വായിനെയും ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ സലൈവ നമുക്ക് വായിനും പല്ലിനും വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്.
ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് അഥവാ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയും. ഈ ഉമിനീർ ഗ്രന്ഥിയിലേക്ക് ഫ്ലൂയിഡ്സ് ചെല്ലാതെ വരുമ്പോൾ അതായത് വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉമിനീർ പ്രൊഡക്ഷൻ കുറയും. ഈ ഉമിനീർ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമുക്ക് വായിനകത്ത് വറ്റി വരണ്ട പോലത്തെ ഒരു ഫീലിംഗ് വരുന്നത്. ഇത് പക്ഷെ പറ്റി വരലിൽ മാത്രമല്ല പ്രശ്നം. അതായത് ഈ ഉമിനീർ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഇപ്പോൾ വായിനകത്ത് മോണയ്ക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ പല്ലുകളിൽ പോടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ഇരിക്കുമ്പോൾ ഈ സലൈവ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറേശ്ശെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ പല്ല് പറ്റി പിടിച്ചിരിക്കുന്ന ബാക്ടീരിയ ആസിഡ് റിലീസ് ചെയ്യുമ്പോൾ ഈ സലൈവ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ആസിഡിനെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും. അതുകൊണ്ട് പോട് ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഈ സലൈവ ഉള്ളപ്പോൾ എന്താ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ധാരാളമായി പോടുണ്ടാകാൻ ചാൻസ് ഇല്ല. ഓഫ് കോഴ്സ് നമ്മൾ ക്ലീൻ ചെയ്യണം, പല്ല് ക്ലീൻ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ സലൈവയും അതിന് ശരിക്കും പോടുണ്ടാകാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഗമ്മി ഇൻഫെക്ഷൻസൊക്കെ ഇല്ലാതാകാൻ അത് സഹായിക്കും. കാരണം സലൈവ ഒരു ആൻറ്റി ബാക്ടീരിയലാണ്. അതിൽ ലൈസോസൈം, ലാക്ടോഫെറിൻ, ഹിസ്റ്റാറ്റിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പെറോക്സിഡെക്സ് എൻസൈമൊക്കെ ഉണ്ട്. അത് ഈ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ അതുവഴി എന്ത് ചെയ്യും, നമുക്ക് സലൈവ ശരിക്കും നമ്മുടെ ഓറൽ ക്യാവിറ്റിയെ അഥവാ വായിനെയും പല്ലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുക. സ്റ്റേ ഹൈഡ്രേറ്റഡ്. അതായത് നമ്മൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ധാരാളമായി വെള്ളം കുടിക്കുക. നമ്മൾ 8 തൊട്ട് 10 ഗ്ലാസ് വരെ വെള്ളം ഒരു ദിവസം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതായത് കുക്കുംബർ, ആപ്പിൾ, അതായത് വാട്ടറി ഫുഡ്സ് ഉണ്ടല്ലോ, വാട്ടർമെലോൺ അങ്ങനെയുള്ള ധാരാളമായി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സലൈവ പ്രൊഡ്യൂസ് അതിൽ നാച്ചുറലായിട്ട് സലൈവ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സിട്രസ് ഫ്രൂട്ട്, ചില സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ പോലുള്ളതൊക്കെ സലൈവ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ സഹായിക്കും. ഓക്കെ. അപ്പോൾ അതേപോലെ സലൈവ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. കുറേ സലൈവ സപ്ലിമെൻറ്റ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, വെള്ളം ധാരാളമായി കുടിക്കുക. അത് നമ്മുടെ പല്ലിനെയും വായിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്.